ഈ മെഷീൻസ് വെച്ചിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു പഴയ ഒരു കോൺസെപ്റ്റ് ഓഫ് തിയറിയാണ്. നമുക്ക് നമ്മുടെ ക്ലയൻസിന് ബെനിഫിഷ്യൽ ആവുന്ന രീതിയിൽ എന്തെങ്കിലും മെഷീൻസ് നമുക്ക് ഇനിയുടെ ആവശ്യമുണ്ടോ? നമുക്ക് ഇപ്പോൾ ഉള്ള അല്ലാതെ ഉള്ള ഈ മെഷീൻസ് വെച്ചിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു പഴയ ഒരു കോൺസെപ്റ്റ് ഓഫ് തിയറിയാണ്. ഇപ്പോഴത്തെ മോഡേൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മാക്സിമം നമ്മൾ എക്സസൈസ് ത്രൂ തന്നെ ആളെ ബാക്ക് ടു നോർമൽ ലൈഫിലോട്ട് കൊണ്ടുവരിക. ഇപ്പൊ ഒരു ഇഞ്ചുറി വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വളരെ എന്ത് ഇഷ്യൂ വന്നാലും നമ്മൾ അതിന്റെ മെയിൻ കോസ് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യുക. ലൈക്ക് ഇപ്പൊ ഒരു ബാക്ക് പെയിൻ ആയിരിക്കും, മേ ബി ആളുടെ മെയിൻ കോസ് എന്ന് പറയുമ്പോൾ ആൾ കണ്ടിന്യൂസ് ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ കണ്ടിന്യൂസ് ആ മസിൽ ഭയങ്കര സ്ട്രെയിൻ ആവും, അല്ലെങ്കിൽ മസിൽ ടൈറ്റ്നസും ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ പ്രോപ്പറായി ഏത് മസിലാണോ എന്ന് പറഞ്ഞാൽ അത് ടാർഗറ്റ് ചെയ്ത് ചികിത്സിക്കുകയാണ് മെയിൻ ഇപ്പോഴത്തെ ഒരു ചികിത്സാ രീതി. നമുക്കിനി പുതിയതായിട്ട് ജിമ്മിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ട്രെയിനേഴ്സിന് പ്രോപ്പർ ആയിട്ടുള്ളൊരു ക്ലയന്റ് വരുമ്പം അവരെങ്ങനെ ഗൈഡ് ചെയ്യാം, അവരെങ്ങനെ അസസ് ചെയ്ത് എങ്ങനെ ഒരു പുതിയൊരു വർക്കൗട്ടിലോട്ട് കൊണ്ടുവരാം എന്നുള്ളൊരു നമ്മൾ പ്രത്യേക ഒരു ക്ലാസ് കൊടുക്കുന്നുണ്ട്. പിന്നെ CPR ക്ലാസ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി ഒരു പ്രീഹാബ് സെറ്റപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോഴുള്ള കൊച്ചുകുട്ടികൾക്കും പ്രായവർക്കും നമുക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. കൊച്ചുകുട്ടികൾക്ക് ഇതിൽ ജോയിൻ ചെയ്യുന്ന യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരാനുള്ള ഇഞ്ചുറീസ് പരമാവധി കുറക്കാം എന്നുള്ളൊരു പ്ലാനിലാണ്. ഇപ്പൊ ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് ഉള്ള ഇഞ്ചുറിന്ന് ബാക്കപ്പ് ടു നോർമലിലോട്ട് ലൈഫിലോട്ട് വരാനുള്ളൊരു പ്ലാനുകൾ നമ്മൾ ഇപ്പോൾ വൈകാണ്ട് അത് നമ്മൾ ജിമ്മിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ്.